ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട 2 ട്രിക്കുകളാണ് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു വണ്ടി നിർത്തുന്ന സമയത്ത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്ത് നിർത്തേണ്ടി വരും. അതായത് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കും വരേണ്ടി വരും. ചിലപ്പോൾ ഒരു തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്ത് വാഹനം നിർത്തേണ്ട സിറ്റുവേഷൻ വരും. പക്ഷെങ്കിൽ പല ആൾക്കാർക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു വാഹനം നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ചിൽ ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരണോ, അതോ ബ്രേക്കിൽ വന്നിട്ട് ക്ലച്ച് ചവിട്ടിയാണോ വണ്ടി നിർത്തേണ്ടത്? പല ആൾക്കാർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിടണം. സംശയങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ പറയുന്ന ഓരോ പോയിന്റും കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഒപ്പം വീഡിയോയിലൂടെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്നത്, ഗിയർ കൺട്രോൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ വാഹനം സ്റ്റാർട്ടായി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ വാഹനം നിർത്തേണ്ടി വരും. ഉദാഹരണം പറയാം, ഒരു 4ാമത്തെ ഗിയറിൽ നമ്മുടെ വണ്ടി പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്കിട്ട് നമുക്ക് വാഹനത്തെ സൈഡിലേക്ക് ഒതുക്കേണ്ട സിറ്റുവേഷൻ വരും. അതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് 4th ഗിയറിൽ നിന്ന് 3ഡിലേക്കും സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കും ഡൗൺ ചെയ്ത് വാഹനത്തെ നിർത്തേണ്ടി വരും. ഒപ്പം തന്നെ നമുക്ക് വാഹനം നിർത്തുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരും. ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് ഏറ്റവും ആദ്യം ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നിർത്തേണ്ട സാഹചര്യം വരും. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അല്ലാതെ ഒരു മെത്തേഡ് മാത്രമല്ല വാഹനം നിർത്താനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ സിറ്റുവേഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ എത്തുന്നത്, ആ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഞാനിപ്പോൾ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വാഹനം എടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വാഹനം എടുക്കുന്നു. ഓക്കെ, എടുത്ത് നമുക്ക് ഇവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകണം. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ വണ്ടി ഇവിടെ എടുത്തു. ഓക്കെ, ഇനി ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഓക്കെ, 3rd ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ നോക്കുക, എനിക്കിവിടെ വാഹനം സൈഡിലേക്ക് ഒതുക്കി നിർത്തണം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 30 കിലോമീറ്റർ വേഗതയിൽ പോവാണ്. അപ്പം ഞാനിവിടെ വാഹനം നിർത്താനായിട്ട് ആദ്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് ആദ്യം ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വന്ന് വാഹനം നിർത്തുകയാണ്. ഇവിടെ ഞാൻ വന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് അവിടുന്ന് വാഹനം എടുത്ത സമയത്ത് ചെറിയൊരു കയറ്റമായിരുന്നു. സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തു, ചെറിയ കയറ്റമായതുകൊണ്ട് തന്നെ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി 3rd ഗിയറിലേക്ക് കൊടുത്തു. 3rd ഗിയറിൽ ആവറേജ് ഒരു 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന സമയത്താണ് എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. നമ്മൾ പോകുന്ന സ്പീഡ് 30 കിലോമീറ്റർ വേഗതയിലാണ്. അതായത് ആവറേജ് ഒരു സ്പീഡിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ എൻ്റെ വണ്ടി ഇടത്തേക്ക് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇടത്തെ സൈഡിൽ നല്ല രീതിയിലുള്ള ഒരു സ്പേസും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആക്സിലറേഷൻ ആദ്യം അങ്ങ് കുറച്ചപ്പോൾ തന്നെ നമ്മൾ പോകുന്നത് ഒരു കയറ്റമായതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് സ്വാഭാവികമായിട്ട് കുറഞ്ഞു തുടങ്ങിയ സമയത്ത് ഞാൻ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, വണ്ടി നിർത്തേണ്ട ഒരു പൊസിഷൻ എത്തിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ക്ലച്ച് ചവിട്ടുകയാണ്. ക്ലച്ച് ചവിട്ടി പൂർണ്ണമായിട്ടും ക്ലച്ച് ചവിട്ടി വണ്ടി സൈഡിലേക്ക് ഒതുങ്ങിയതിന് ശേഷമാണ് ബ്രേക്കിലേക്ക് വന്നത്. അപ്പോൾ അവിടെ എന്തിനാണ് ക്ലച്ച് ആദ്യം ചവിട്ടിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ ക്ലച്ച് ആദ്യം ചവിട്ടിയതിൻ്റെ പിന്നിലെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി പോകുന്നത് ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത വേഗതയിലാണ്. സൈഡിലേക്ക് ഒതുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടുകയാണെങ്കിൽ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ കട്ട് ഓഫ് ആകും. നമ്മുടെ വണ്ടി ഓഫ് ആകാതെ സൈഡിലേക്ക് നമുക്ക് വാഹനത്തെ ചേർക്കാൻ കഴിയും. എന്നിട്ട് നിർത്തേണ്ട സമയത്ത് നമ്മൾ ബ്രേക്കും കൂടെ ചവിട്ടുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ
എഞ്ചിൻ ഓഫ് ആകത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ ആദ്യം അവിടെ കയറ്റത്ത് ബ്രേക്കിലേക്ക് എടുത്ത് കാല് വെച്ചാൽ എന്ത് ചെയ്യും? വണ്ടിയുടെ വേഗത പെട്ടെന്ന് കുറയും. പെട്ടെന്ന് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ വാഹനം സൈഡ് ചേരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുമ്പോൾ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ഒരു 30 കിലോമീറ്റർ വേഗതയിൽ നമ്മൾ വരുന്ന സാഹചര്യത്തിൽ ഒരു കയറ്റത്തോടു കൂടിയ ഒരു സ്പേസിലാണോ അല്ലെങ്കിൽ ഒരു നിരപ്പത്തോടു കൂടിയ ഒരു സ്പേസിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് ചവിട്ടുക, സൈഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ സൈഡിലേക്ക് വന്ന് വാഹനം ചേർത്ത് വന്ന് നിർത്തിയതിന് ശേഷം പിന്നീട് വേണം ബ്രേക്കിലേക്ക് വരാനായിട്ട്. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ നിർത്തിയെടുക്കുന്ന സന്ദർഭങ്ങൾ, ഇപ്പം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു, എനിക്കിവിടെ വണ്ടി നിർത്തണം, പെട്ടെന്ന് നിർത്തണം. വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? സ്പീഡ് കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം കയറി ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി പെട്ടെന്ന് ഓഫാകും. അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് നമ്മൾ വാഹനത്തെ ഇങ്ങനെ ക്ലച്ച് നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുക. നിർത്തേണ്ട സിറ്റുവേഷനിൽ ആദ്യം ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ബ്രേക്കിലേക്ക് വന്ന് നമ്മൾ വാഹനത്തെ നിർത്തുക. ഓക്കെ, അപ്പം നിർത്തിയെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആദ്യം ക്ലച്ച് തന്നെയാണ് ചവിട്ടേണ്ടത്, അതിനുശേഷം ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, അടുത്ത പോയിന്റ് പിടി കിട്ടിയല്ലോ. ഇനി അതുപോലെ തന്നെ നമ്മളൊരു വാഹനം ഇത്തരത്തിൽ ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോഴാണ് ബ്രേക്കേ വന്ന് നമ്മൾ വാഹനത്തെ നിർത്തുന്നത്? അതും കൂടെ നിങ്ങളെ കാണിച്ചത്. ഇപ്പോൾ ഞാൻ സെക്കൻഡിൽ പോകുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, 4ാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പം നമ്മളുടെ വാഹനം 4ാമത്തെ ഗിയറിൽ നല്ല സ്പീഡിൽ പോവാണ്. ഇറക്കം കൂടിയ റോഡാണ്, എനിക്കിവിടെ വണ്ടി നിർത്തണം. ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ആദ്യം ബ്രേക്കേ വരിക, വാഹനത്തെ നമ്മൾ നല്ല രീതിയിൽ സ്ലോ ചെയ്യുക. എന്നിട്ട് നമുക്ക് വാഹനം നിർത്താനായിട്ടുള്ള സ്പേസ് വരുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ബ്രേക്കേ വന്ന് വാഹനത്തെ നന്നായിട്ട് സ്ലോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പതിയെ ക്ലച്ചും കൂടെ ചവിട്ടി നമ്മളൊരു വാഹനത്തെ സൈഡിലേക്ക് നിർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്ത് ക്ലച്ച് ചവിട്ടി ഞാനിതേ ഇവിടെ വാഹനത്തെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആദ്യം ബ്രേക്കേ വന്നത്? ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് നമുക്ക് അവിടെ വാഹനത്തെ സ്വാഭാവികമായിട്ടും സ്ലോ ചെയ്യണം. കയറ്റത്ത് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആക്സിലറേഷൻ കുറച്ച് കഴിഞ്ഞാൽ കയറ്റത്ത് വണ്ടി ഓൾറെഡി സ്ലോ ആകും. പക്ഷേങ്കിൽ ഇറക്കത്ത് നമ്മൾ ആക്സിലറേഷൻ കുറച്ചെന്ന് കരുതിയാലും വണ്ടി ഇറക്കമായതുകൊണ്ട് ഉരുണ്ടോണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ നമ്മളുടെ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ബ്രേക്കിലേക്ക് വന്നിട്ട് ക്ലച്ച് ചവിട്ടി വേണം നമ്മൾ വാഹനത്തെ സൈഡിലേക്ക് ഒതുക്കി നിർത്താനായിട്ട്. അപ്പോൾ ഒരു കയറ്റത്താണെങ്കിൽ എന്ത് ചെയ്യുക? ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. ഒരു പതിയെ വാഹനം നിർത്തിയെടുക്കുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കിയാൽ ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് ചവിട്ടുക, ഫസ്റ്റ് ഗിയറിലേക്ക് വരിക. എന്നാൽ ഒരു ഇറക്കത്താണ് വാഹനത്തെ നമ്മൾ സൈഡിൽ ഒതുക്കേണ്ടതെങ്കിലോ ബ്രേക്കിലേക്ക് വരിക, വാഹനം സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി സൈഡിലേക്ക് വാഹനം ഒതുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് വാഹനത്തിൻ്റെ ഗിയർ ഡൗൺ ചെയ്ത് വണ്ടിയെ സൈഡിലേക്ക് ഒതുക്കേണ്ടത്? ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കണം. അതും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. ഓക്കെ, സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഓക്കെ, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് നിർത്തേണ്ടി വരും, ഗിയർ ഡൗൺ ചെയ്ത് നിർത്തേണ്ടി വരും. രണ്ട് സാഹചര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാനിങ്ങനെ ഫോർത്തിൽ വരികയാണ്. ഇങ്ങനെ ഫോർത്തിൽ വരുന്ന സമയത്ത് എനിക്ക് അതായത് നമ്മളുടെ ഒരു വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വണ്ടി കയറ്റി ഇടണം, അല്ലെങ്കിൽ സൈഡിലേക്ക് നന്നായിട്ട് ഒതുക്കിയിടേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം ഞാനിങ്ങനെ തേടി പോവാണ്. ഇങ്ങനെ തേടി പോകുന്ന സമയത്ത് എനിക്ക് ഇവിടെ സൈഡിലേക്ക് വാഹനം ഒതുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. സൈഡിലേക്ക് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ബ്രേക്കിലും ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് സൈഡിലേക്ക് ചേർത്ത് ഒതുക്കുകയാണ്. അതായത് നമ്മുടെ വണ്ടി സൈഡിലേക്ക് നല്ല രീതിയിൽ ചേർത്ത് ഒതുക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സാഹചര്യങ്ങളിൽ, അതായത് സൈഡിൽ സ്പേസ് ഉണ്ട് പക്ഷേങ്കിൽ അവിടെ ഒരു കല്ലോ കുഴിയോ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോർത്ത് ഗിയറിൽ വന്നു കഴിഞ്ഞാൽ ആ കല്ലിലൊക്കെ ചാടിയായിരിക്കും വണ്ടി സൈഡ് ഒതുങ്ങുന്നത്. അത് വരാതിരിക്കാനായിട്ട് ഫോർത്തിൽ നിന്ന് ബ്രേക്കേ വന്ന് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇട്ട്, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട്, ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടാണ് നമ്മൾ വാഹനത്തെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഒതുക്കേണ്ടത്. അവിടെ നമ്മൾ വന്ന ഗിയറിൽ ഒതുക്കരുത്. കാരണം സൈഡ് കുഴിയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം ചാടിയായിരിക്കും വാഹനം സൈഡിലേക്ക് ഒതുങ്ങുന്നത്. അവിടെ കൃത്യമായിട്ടും ഡൗൺ ചെയ്ത് വാഹനത്തിൻ്റെ വേഗത ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടി വേഗത തീർത്തും കുറഞ്ഞ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് സമാധാനമായിട്ടും വാഹനത്തെ സൈഡിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കണം. ഇനി എപ്പോഴാണ് നമ്മൾ ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുന്നത്? ഫസ്റ്റ് കാണിച്ചു തരാം. സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ ഫോർത്ത് ഗിയർ പോവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് വാഹനത്തിന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം. ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്ന് പറയുന്നത് നമ്മൾ വാഹനത്തിൻ്റെ വേഗത തീർത്തും കുറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത്
നിങ്ങൾ നോക്കി, എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് റോഡിലേക്ക് ഒരു ടേൺ എടുക്കണം, ബ്രേക്കിലേക്ക് വരികയാണ്, ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ വേഗത കുറച്ച്, ഇവിടെ ഒരു കയറ്റമാണ്, എനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുത്താണ് ഞാനിവിടെ കയറുന്നത്. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? അതായത് നമുക്കൊരു വാഹനത്തിൻ്റെ വേഗത തീർത്തും കുറഞ്ഞ ഒരു കയറ്റത്തോട് കൂടിയ റോഡിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്പേസിലേക്കോ നമ്മളുടെ വാഹനത്തെ ഒതുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത തീർത്തും കുറയ്ക്കണം. തീർത്തും കുറച്ച് റണ്ണിങ് കുറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു കയറ്റത്തേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് ഇടുന്നത്. അവിടെ ഫസ്റ്റിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു കാരണവശാലും ബ്രേക്കിൽ വരാതെ ഒരു ഫോർത്ത് ഗിയറിൽ നല്ല വേഗത്തിൽ പോകുമ്പോൾ ഒറ്റയടിക്ക് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളൊരു 30-40 കിലോമീറ്റർ വേഗതയിലായിരിക്കും നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുമ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു എൻജിൻ ബ്രേക്കിംഗ് സംഭവിക്കുക. അതായത് നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥ വരും. അത് നമ്മൾ വരുത്താൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം, ക്ലച്ചിലും ബ്രേക്കിലും വന്ന് 40 കിലോമീറ്ററിലാണ് നമ്മുടെ വണ്ടി പോകുന്നതെങ്കിൽ ബ്രേക്കിലും ക്ലച്ചിലും വന്ന് വാഹനത്തിൻ്റെ വേഗതയെ തീർത്തും കുറച്ച് ഒരു 10 കിലോമീറ്റർ താഴെയുള്ള വേഗത്തിലേക്ക് ആക്കിയതിന് ശേഷം, ഇപ്പം നിങ്ങൾ നോക്കുക, എനിക്കിവിടെ ഫസ്റ്റ് കൊടുക്കണം, ഞാൻ ഫോർത്ത് വരികയാണ്, അതെ ബ്രേക്കിൽ വന്ന് വാഹനത്തിൻ്റെ വേഗത കുറച്ച് തീർത്തും വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാനിത് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് അതേ സൈഡിലേക്ക് ഒതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാത്രമേ ഡയറക്റ്റ് ഫോർത്തിൽ നിന്നും തേർഡിൽ നിന്നോ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.